സ്നേഹമായി സൗഖ്യമായി എന്നിൽ നിറയണമേ, നിറയണമേ, നിറയണമേ ആത്മാവേ. സ്നേഹമായി സൗഖ്യമായി എന്നിൽ നിറയണമേ. അന്ധകാര ശക്തികളെ ചാമ്പലാക്കിടുവാൻ അഭിഷേകത്തിൻ അഗ്നിയായി കത്തിപ്പടരണമേ. അന്ധകാര ശക്തികളെ ചാമ്പലാക്കിടുവാൻ അഭിഷേകത്തിൻ അഗ്നിയായി കത്തിപ്പടരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ കേൾക്കണമേ. ആത്മാവിൻ കൃപയാലെ നീ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ കേൾക്കണമേ. ആത്മാവിൻ കൃപയാലെ നീ നയിക്കണമേ. നിറയണമേ, നിറയണമേ ആത്മാവേ. സ്നേഹമായി സൗഖ്യമായി എന്നിൽ നിറയണമേ, നിറയണമേ, നിറയണമേ ആത്മാവേ. സ്നേഹമായി സൗഖ്യമായി എന്നിൽ നിറയണമേ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് മൂലപാപങ്ങളിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കോപത്തിനെ പറ്റിയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കോപം ഭോഷൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു എന്ന്. കോപം എന്ന മൂലപാപം അഹങ്കാരവുമായി കെട്ടുപിണിഞ്ഞു കിടക്കുന്നു. ബുദ്ധി പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും കോപം എന്ന വികാരം ആളിക്കത്തുന്നത്. അനിയന്ത്രിതമായ കോപമാണ് പലപ്പോഴും കൊലപാതകത്തിലേക്ക് പോലും നയിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കുടുംബബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും തകരുന്നതിന് കോപം കാരണമായിട്ടുണ്ട്. ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും പലപ്പോഴും തങ്ങളുടെ അനിയന്ത്രിതമായ കോപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരാറുണ്ട്. വളരെയേറെ കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കാമെങ്കിലും ഒരു പ്രധാന കാരണമായി കാണുന്നത് നമ്മുടെ തന്നെയോ മറ്റുള്ളവരുടെയോ കോപത്തെ നാം അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നതാണ്. കോപം എന്ന വികാരത്തെ ഏറ്റവും മ്ലേച്ഛ പാപമായി കരുതി ആ പാപ സാഹചര്യത്തെയും അതിൻ്റെ കാരണങ്ങളെയും നിരന്തരം ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഒരു വലിയ വിഘാതമായി നിൽക്കുന്നതും കോപ സ്വഭാവം തന്നെയാണ്. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിനു പ്രേരണ നൽകുന്നില്ല എന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മിലുള്ള കോപം കടന്നു വരുന്ന വഴികളേവയെന്ന് കണ്ടുപിടിച്ച് അത് തമ്പുരാന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കരുണയ്ക്കായിട്ട് ഈ പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാലം പ്രത്യേകമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. പ്രത്യേകമായിട്ട് കോപത്തിനെപ്പറ്റി പറയുന്ന വചനഭാഗങ്ങൾ ഇവയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 32-ാം വാക്യം: ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചിരിക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം: ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 8-ാം വാക്യം: കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതെ ഇരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഈ കോപം മൂലമാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായേൻ ആബേലിനെ കൊന്നുകളഞ്ഞതും. അതിനാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ കോപം മൂലം ഏതെല്ലാം വ്യക്തികളെ ഏതെല്ലാം തരത്തിൽ നാം നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം.
പ്രത്യേകമായിട്ട് പന്തക്കുസ്തയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഈ നാളുകളിൽ കോപം എന്ന മൂലഭാവത്തിനെ ഒഴിവാക്കുകയും ക്ഷമയെന്ന പുണ്യം കൈവരിക്കുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, കോപ സ്വഭാവമുള്ള എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ എൻ്റെ എന്ന രീതിയിലുള്ള അഹങ്കാരം മൂലമാണല്ലോ പലപ്പോഴും കോപത്തിലേക്ക് ഞാൻ വഴുതി വീഴുന്നത്. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ കോപ സ്വഭാവത്തെ എടുത്തു മാറ്റി എളിമയും ക്ഷമയും ശാന്തതയും കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ.